ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഇറാനി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുള്ള ചിക്കൻ കായം തേക്കണതാണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചെറുനാരങ്ങ നീര്, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് എന്നിട്ട് നമുക്ക് ചെറിയ എല്ലില്ലാത്ത പീസാക്കിയിട്ട് കനം കുറച്ച് മുറിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നന്നായിട്ട് കായം തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് കായം പിടിച്ച് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് സമയം വെച്ചാൽ മതി. കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഏകദേശം ചിക്കനൊക്കെ നല്ലോണം കായൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് മുക്കിയിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. അതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും വെച്ചിട്ടൊക്കെ വേവിച്ചെടുത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതാ ഏകദേശം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം തിരിച്ചും മറിച്ചും ഇതേപോലെ വേവിച്ചെടുക്കണം നന്നായിട്ട്. അതാ ഒരു ഇതൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിലുള്ള കാരൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ തന്നെ സവോളയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചതാട്ടോ. പിന്നെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്ത സവോളയാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുള്ള പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ കൂടി ചതക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശകലം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചിക്കനിലും എരിവുള്ളത് കൊണ്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി, എരിവ് കുറയാൻ വേണ്ടിയിട്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഇറച്ചി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചിക്കി പിച്ചിട്ടിട്ട് അതിൻ്റെ കുറച്ച് വലിയ പീസായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ചോപ്പറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായി പോവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ പീസായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ പിച്ചി എടുത്തിട്ടുള്ള പീസാക്കിയിട്ട് കേട്ടോ. അതും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെച്ച് അതിലൊന്ന് മസാല ഒക്കെ പിടിക്കുന്നവർ അതിനുള്ള ബാക്കി നമുക്ക് പോളക്ക് ആവശ്യമായ മാവ് കലക്കിയെടുക്കാം, അടിച്ചെടുക്കാം മിക്സിയിൽ. 2 മുട്ട എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി. ഇനി 1 ഗ്ലാസ് മൈദപ്പൊടിക്ക് 1 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ. എല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇറാനി പോള സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടിയിൽ വെച്ചിട്ട് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. തീ ഇതാകുമ്പോൾ അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂട് കൂടുമ്പോൾ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മാവുണ്ടല്ലോ, അത് പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു 5 മിനിറ്റോളം അടച്ച് ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. മാവൊന്ന് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് മസാല കൂട്ടാൻ പറ്റുള്ളൂ.
അപ്പോൾ ആ ചിക്കി വെച്ച ഇറച്ചിയിട്ടുണ്ടല്ലോ അതിങ്ങനെ അതിൽ പരത്തി വെച്ച് കൊടുക്കാം നമുക്ക്. ആ മൊത്തം മസാലയും ഇതിൽ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ എല്ലാ മസാല അതിലേക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ എടുത്തു വെച്ച മാവുണ്ടല്ലോ അരച്ച് വെച്ചത് അതും കൂടെ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കണം. തക്കാളി ചെറുതാക്കി അരിഞ്ഞതുണ്ടായിരുന്നു, അതും മല്ലിയിലയും കൂടിയിട്ട് വിതറി കൊടുക്കണം കേട്ടോ അതിൻ്റെ മീതെ, മസാലയുടെ മീതെ. അതും കൂടി ചേർത്തിട്ട് ബാക്കി മാവ് ചേർത്ത് കൊടുക്കുക. അതായത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മീതെ തക്കാളി സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇറച്ചിയുടെ ഓരോ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയിൽ ഇടുന്നതിൻ്റെ മുന്നേ, അതാണ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഏകദേശം വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചെടുക്കണം. അങ്ങനെ മൊത്തം ഒരു 20 മിനിറ്റ് വേണം ഇതൊന്ന് ഫുഡ് ആയി കിട്ടാൻ കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മളൊരു 5-10 മിനിറ്റ് വെച്ചിട്ട് മാവ് വേവിച്ചതിന് ശേഷമുള്ളൂ. അപ്പോൾ ഇതാ മറിച്ചിടേണ്ടത് ഒരു പാനിലേക്കാക്കിയിട്ട് മറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പോള റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.